എന്താടാ ഇവിടെ? മുട്ട മേടിക്കാൻ വന്നേക്കാ. അനക്ക് വേറെ ഒരു സ്ഥലവും കിട്ടിയില്ല മുട്ട വാങ്ങാൻ. അല്ല, ഇവിടുത്തെ നല്ല നാടൻ മുട്ട അതാ. യജമാനിൽ വേറെ ഒരിടത്തും ഇല്ലട നാടൻ. ഇവിടെ നിന്ന് തന്നെ വേണോ? കേറിപ്പൂടിയകത്ത്. ഉള്ള മുട്ട കച്ചവടം ഇന്നത്തോടെ നിർത്തിക്കൊള്ള മുട്ട കച്ചവടം. മുട്ട തിന്നാമോ? ഇപ്പൊ പോയിക്കോ, എന്നാ എനിക്ക് പുറത്തു വെച്ച് കിട്ടും. എന്റെ പൊന്നിക്ക, ഇതൊക്കെ നിങ്ങളുടെ സംശയമാണ്. ഇക്ക തന്നെ അവളെ കെട്ടിക്കോ. അതിന് ആർക്കും അവിടെ കുഴപ്പം. ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. നാസറേ, ഓ പറഞ്ഞോ മനസ്സിലായോ? ഓന് കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാന്ന് ഓൻ്റെ മനസ്സിലായോ? അവൻ ചവച്ചു തുപ്പി. എന്താ കല്യാണം കഴിയുന്നവരെ ഈ വണ്ടി ഓട്ടണ്ട, കാവല് നിൽക്കണം. ശമ്പളം ഞാൻ തരും. ഓൻ ഇവിടെ വരുന്നുണ്ടോന്ന് നോക്കി നീ ഈ വീട്ടിലേ, ഓൻ വീട്ടിൽ നിന്ന് ഇറങ്ങണ്ടോ നോക്കി ഞാൻ ആ വീട്ടിലേ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഇവിടെ നീ അവിടെ. ഇതിനെല്ലാത്തിനും കാരണം ആ ഉമൈര. ഇനിയിപ്പോ സ്കാനിങ് നടത്തണല്ലോ. എന്ത് ചെയ്യൂടാ? ഞാൻ കൂടി വല്ലാത്ത അവസ്ഥയായി. അബി, ഹേമ, നീ ഇതൊന്ന് സൂക്ഷിച്ചേക്കണടാ. കുറച്ച് ഉരുപ്പടി. ഇതെന്തിനാ ഇളയമട്ടെ? വേണ്ട. അതല്ലടാ, ഇതിട്ടിട്ടൊരു ചൊറിച്ചില് പോലെ. നീ ലോക്കറിൽ വെച്ചാ മതി, ആവശ്യമുള്ളപ്പോ ഞാൻ ചോദിച്ചോളാം. എന്ത് ചൊറിച്ചില്ല? ഇത് ഇളയമ്മനെ സൂക്ഷിച്ചാ പോരെ? വേണ്ട ഇളയമ. മോനറ്റിൻഡോ, നീ ഇതൊന്ന് സൂക്ഷിക്കേ. നീ ഇതെന്തിനാ ചാടിക്കരി വാങ്ങാൻ പോയേ? അവൾ പറഞ്ഞ ഇടമ കേൾക്കണാവും എന്ന് പറഞ്ഞ കാര്യം നടക്കണ്ടേ? തളർച്ച, മാനസിക പിരിമുറുക്കം, സാമ്പത്തിക പരാധീനതകൾ, മടി, ത്വക്ക് രോഗങ്ങൾ, സ്ത്രീകളുടെ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ, കണ്ണേറ്. സ്വന്തം പോക്കറ്റിന് വേണ്ടി അന്ധവിശ്വാസം പ്രചരിപ്പിച്ച് ഈ പെരുമാനിയെ മുടിപ്പിക്കും. ഇങ്ങനെ പോയാൽ കവടി ഒഴുങ്ങി തിന്നേണ്ടി വരും. എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞതാ എൻ്റെ ഉസ്താദേ. ഉസ്താദെ, ഞാൻ ഒരു കാര്യം പറയാം.
അസുഖത്തിന് ചികിത്സിക്കാതെ പാട്ടോട്ട് അന്ധവിശ്വാസം പറഞ്ഞു നടന്ന പെരുമാനിലെ എല്ലാവരും കൂടി ചത്തുമുട്ടിയും. നിങ്ങൾക്കറിയാലോ, ഇവിടുത്തെ പിരിവ് സംഭാവനയും കൊണ്ട പള്ളിക്കാര്യങ്ങൾ ഒരുമാതിരി ഉന്തിത്തള്ളി നടത്തിക്കൊണ്ട് പോണത്. ഇവിടുത്തേക്കാ വിശ്വാസം ഭായിലേക്ക് പോയാ പള്ളി പൂട്ടേണ്ടി വരും. പെരുമാനിക്ക് ആപത്ത് വരുത്തുന്ന ഒരു കാര്യവും പെരുമാനി തങ്ങൾ സമ്മതിക്കൂല. പൂട്ടേണ്ട വരാം തങ്ങൾ തന്നെ പൂട്ടിക്കോളും. ഊട്ടിയില്ലെങ്കിൽ അവന്മാർ ബംഗാളിലോട്ട് കടത്തും. ഒന്നും വിചാരിക്കല്ലേ ഭായി. ആകെ 54 ടോക്കും. പെരുമാനിൽ എന്തെങ്കിലും ഞെട്ടിക്കൽ നടന്നാ എന്തോ ഒറ്റയടിക്ക് 154. ഇനി നമുക്കേ വീടിന്റെയും കിണറിന്റെ ഒക്കെ സ്ഥാനം നോക്കൽ പരിപാടിയുടെ പിടിക്കണം. ഇപ്പൊ ജീവിതത്തിന് ഒരു അർത്ഥം വന്ന പോലുണ്ട്. അല്ല, ഇന്ന് ബായ്ക്ക് കാവലിക്കട കാലി എന്തേ? സുഹൃതൻ ഇവനെന്താ ഇവിടെ കാര്യം? ഭീകരാ, വാടാ അങ്ങോട്ടല്ല ഇങ്ങോട്ട്. എന്ത് കയറി? നമ്മളെ റംലുവിന്റെ വീട്ടില് സുഹൃതൻ കയറി. തങ്ങളെ എന്തിനാ ഊതി മന്ത്രിക്കാൻ നിങ്ങൾ വരണ്ട. ബായി എന്തിയെ തായിട്ട് പൂട്ടി. എന്നാ ഇവനെ കാവലെടുത്തിക്കോ. വന്നാട്ടെ, വാ. വേഗം വാടാ, ഇപ്പൊ തീരും. തൽക്കാലത്തേക്ക് മാത്രം ചെറിയ അളവിൽ സ്വർണ്ണം പൂശിയൊരു ഡമ്മി ഉണ്ടാക്കാം. സ്വർണ്ണം ഞാൻ ഒപ്പിച്ചോളാം. ശ്വാസം കൂടാനുള്ള സമയം തന്നാൽ മതി. ഞാൻ ആരുടെ അളവ് വന്നെടുക്കും. എടാ ഇത്രയും പാടില്ലല്ലോ ഇതൊന്നും മുടക്കാൻ. ഫാത്തി, നീ ആ അളവൊന്നും എടുത്തരുമോ? നീ എടുക്കടാലോ രാതി, നീ തന്നെ അങ്ങ് എടുക്ക്. ഇവിടെ നീക്ക് വാണ്ട് ശരിക്കും നിൽക്കുന്നുണ്ട്. ഓക്കെ, വളഞ്ഞിട്ട് പിടിച്ചാല എന്തോതിനാ ഇടികൊണ്ട് തൂറാനോ? ഈ പെരുമാനിക്കരയിലെ ഏറ്റവും മാസുള്ളവനാ സൂതൻ. എന്ത് കയറിക്കോളൂ. പിന്നെ എന്നാത്തിനാ ഈ പാതിരാക്കി ഇങ്ങോട്ട് ഓടിപ്പോന്നത്? സുഹൃത്തിന്റെ മസിനെ തൂക്കി നോക്കാനാ? നോക്ക്, അവന്റെ വരവ് കണ്ടോ? എന്തായാലും സുഗതം ചെയ്തവനാ. ഇത് ബായിയുടെ ആദ്യത്തെ ഉണ്ടയില്ല വെടിയാണ്. ഉണ്ടേ വെടിയോ? നാളെ പെരുമാനി ഞെട്ടണം. നമ്മുടെ ബായി ഒന്നുകൊണ്ട് ഉറപ്പിക്കണം. റംലുവിന്റെ വീട്ടിൽ സുഹൃതന്റെ വിളയാട്ടം. വിനയത്തോടെ പായി. എന്നാലും എന്റെ റംലു, ഭായ് പാചരാക്കണിട്ട് എന്നെ തോണ്ടി വിളിച്ചോണ്ട് പറയാം. ബഷീറേ, പെരുമാനിയുടെ നാണക്കേട് നടക്കുന്നു. എന്റെ ചങ്കണ് തകർന്നുപോയി. എന്നാലും കരീമ മണലാരണ്യത്തിൽ പൊരി വെയിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ ഓളി ചെയ്തത് പോക്കിത്തരല്ലേ നായരെ? എന്ന് പറഞ്ഞ അപ്പോഴത്തെ ആ ഹാലിൽ പൊരിവയിലൊക്കെ ഓർക്കാൻ പറ്റുമോ കുട്ടിക്കാ? പെണ്ണുങ്ങളുടെ മനസ്സെന്ന് പറഞ്ഞ അതിങ്ങനെ ആടി ആടി കളിക്കും.